മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്ന ആരോപണം തള്ളി സർക്കാർ ഡോക്ടേഴ്സിന്റെ സംഘടനയായ KGMOA. രോഗി എത്തിയത് ഡോക്ടർ അറിഞ്ഞില്ല. നഴ്സസ് ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് വിവരം അറിയിക്കേണ്ടത്. ഡോക്ടറെ മാത്രം ക്രൂശിക്കുന്നത് അംഗീകരിക്കില്ല എന്നാണ് KGMOയുടെ വാർത്താക്കുറിപ്പ്. ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് ആരോഗ്യവകുപ്പിന് DMO റിപ്പോർട്ട് നൽകി. അതിന് പിന്നാലെയാണ് പിന്തുണയുമായി KGMOA രംഗത്തെത്തിയിരിക്കുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, ഇതിൽ DMO ഒരു റിപ്പോർട്ട് നൽകുകയാണ്. ആ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണോ KGMOയുടെ വാർത്താക്കുറിപ്പ് പുറത്തു വരുന്നത്? അതെ അനുജ, തീർച്ചയായും ഈ ഡോക്ടറെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ KGMOയുടെ ഒരു വാർത്താക്കുറിപ്പ് വരുന്നത്. ജില്ലാ ഭാരവാഹികളാണ് ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായും പറയുന്നത്, ഈ അപകടം സംഭവിച്ച് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വീട്ടമ്മ എത്തിയ സമയം ഡോക്ടർ മറ്റ് രോഗികളെ നോക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രോഗി വന്ന വിവരം അറിഞ്ഞില്ല. അത് സ്റ്റാഫ് നേഴ്സ് ഉൾപ്പെടെയുള്ളവരായിരുന്നു അറിയിക്കേണ്ടത്. അത് കൃത്യസമയത്ത് ചെയ്തില്ല. ഒപ്പം തന്നെ ഈ ട്രയാജ് സംവിധാനമുണ്ട് ആശുപത്രിയിൽ. അതായത് രോഗി വരുമ്പോൾ രോഗിയുടെ ഒരു സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ആദ്യം അത് സ്റ്റാഫ് നേഴ്സ് പരിശോധിച്ച് അപ്പോൾ ഏത് ഗണത്തിൽപ്പെടുത്തണം, അതായത് റെഡ് സോൺ ഉണ്ട്, ഒപ്പം തന്നെ ഗ്രീൻ സോൺ അങ്ങനെയുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രോഗി, അതായത് അടിയന്തരമായി ചികിത്സ ആവശ്യമുള്ളവരാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ ആ വിവരം അറിയിക്കുകയും അവർക്ക് ചികിത്സ ലഭ്യമാക്കുകയും എന്നുള്ളതാണ് ഈ ട്രയാജ് സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതവിടെ കൃത്യമായി പ്രവർത്തിച്ചില്ല. സ്റ്റാഫ് നേഴ്സിൽ ഉൾപ്പെടെയുള്ളവർക്ക് വീഴ്ച പറ്റി എന്നുള്ളതാണ് ഈ KGMOയെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നഴ്സുമാർക്കും അതുപോലെ തന്നെ സ്റ്റാഫുകളും ഉൾപ്പെടെയുള്ളവർ ഡോക്ടറെ ഇക്കാര്യം അറിയിച്ചില്ല. ഒപ്പം ഈ കൂട്ടിരിപ്പുകാരെത്തി ദേഷ്യപ്പെട്ടപ്പോൾ മാത്രമാണ് രോഗി എത്തിയ വിവരം ഡോക്ടർ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഡോക്ടറെ മാത്രം ഇക്കാര്യത്തിൽ ക്രൂശിക്കുന്നത് ശരിയല്ല എന്നും, ഒപ്പം തന്നെ ഈ കാഷ്വാലിറ്റിയിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ കുറവുണ്ട്, ഇത് നികത്താനാണ് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി തയ്യാറാകേണ്ടതും എന്നുള്ളതുമാണ് ഈ KGMOയെ ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഡോക്ടർക്ക് കൃത്യമായി ഡോക്ടറെ വിവരം അറിയിച്ചിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ സ്റ്റാഫിൻ്റെ മൊഴി ഉണ്ടായിരുന്നത്. ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് DMO ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് ആരോഗ്യവകുപ്പിനെ കൈമാറിയിരിക്കുന്നത്. ഇതിൽ നടപടി ഉണ്ടാകാനിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ തുടർ കാര്യങ്ങൾ ഉണ്ടാകാനിരിക്കെയാണ് ഇപ്പോൾ KGMO ഡോക്ടർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, തിരൂരങ്ങാടിയിൽ ചികിത്സാ നിഷേധമുണ്ടായി എന്ന ആരോപണത്തിലാണ് KGMOയുടെ പ്രതികരണം വരുന്നത്. DMOയുടെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണ്. ഇക്കാര്യത്തിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് KGMOയെ നിലപാട്.